the rate constant of a first order reaction is 231 into 10 power minus 5 second inverse. How long will 4 gram of this reactant reduce to 2 gram? So ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്. എത്രയാണ് കെ തന്നിരിക്കുന്നത്? എത്രയാണ്? 231 into 10 power minus 5 സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ഇവിടുത്തെ കെ തന്നിരിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 4 എന്നുള്ള രീതിയിൽ എടുക്കാം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 4 ആണ്. ആഫ്റ്റർ ടി ടൈം അതെന്തായിട്ട് മാറുന്നു? 80. ആഫ്റ്റർ ടി ടൈം അത് 2 ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 4 അതിന് നേരെ പകുതിയാകുന്നു. അപ്പോൾ നേരെ പകുതിയാകാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ഹാഫ് ലൈഫ്, ടി ഹാഫ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ക്വസ്റ്റിന് നമുക്ക് മനസ്സിലായി ഇതെന്ത് റിയാക്ഷൻ ആണ്? ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നും നമുക്ക് മനസ്സിലായി. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ടൈം കണ്ടുപിടിക്കുന്ന ടി ഹാഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് കെ. സോ അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം 0.693 ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എത്രയാണ്? 231 into 10 power minus 5 സെക്കൻഡ് ഇൻവേഴ്സ്. ഈ 10 power minus 5 നമുക്ക് മുകളിൽ കൊണ്ടുപോയാലോ 693 into 10 power 2 ഡിവൈഡഡ് ബൈ 231 സെക്കൻഡ്. ഇത് ക്യാൻസൽ ആയിക്കോട്ടെ, 3 ഉണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 300 സെക്കൻഡ്സ് എന്ന് വരും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ.